നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഈജിപ്തും ബെൽജിയവും തമ്മിലുള്ള ലോകകപ്പ് മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം അടിച്ചാണ് സമനിലയിൽ പിരിഞ്ഞത്. ബെൽജിയം ആദ്യം തുടക്കത്തിൽ കളിയിൽ പിറകിലായിരുന്നു. 20ാമത്തെ മിനിറ്റിൽ ഈജിപ്തിൻ്റെ ഇമാം അഷോർ അടിച്ച അതിഗംഭീര ഗോളിൽ ബെൽജിയം തകർന്നു പോയിരുന്നു. ബെൽജിയം പിറകിലായിപ്പോയി. പിന്നീട് രണ്ടാമത്തെ പകുതിയിൽ 66ാമത്തെ മിനിറ്റിൽ ഹനിയുടെ സെൽഫ് ഗോൾ, ഈജിപ്തിൻ്റെ ഹനിയുടെ സെൽഫ് ഗോളാണ് ബെൽജിയത്തെ ഈജിപ്തിനൊപ്പം എത്തിച്ചത്. അതിനു മുമ്പ് 53ാമത്തെ മിനിറ്റിൽ കെവിൻ ഡിബ്രൂയ്നയുടെ ഒന്നാം തരം ഒരു ഫ്രീ കിക്ക് പോസ്റ്റിൽ തട്ടി തെറിച്ചു പോയിരുന്നു. പിന്നീടും കെവിൻ ഡിബ്രൂയ്നയുടെ കിട്ടിയ അവസരങ്ങൾ അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. ഗംഭീര കളിയാണ് ഡിബ്രൂയ്ന ഇന്ന് കളിച്ചത് ബെൽജിയത്തിന് വേണ്ടി. പക്ഷേ അദ്ദേഹത്തിന് പലപ്പോഴും ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. റൊമേലു ലുക്കാക്കു ആദ്യ 11-ൽ ഉണ്ടായിരുന്നില്ല. ബെൽജിയത്തിൻ്റെ ആദ്യ 11-ൽ അദ്ദേഹത്തെ കോച്ച് റൂഡി ഗാർഷ്യ ഇറക്കിയിരുന്നില്ല. അദ്ദേഹം 66ാമത്തെ മിനിറ്റിലാണ് കളിയിലിറങ്ങിയത്. ഉടൻ തന്നെയാണ് ഹനിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ആക്രമണത്തിൻ്റെ അവസാനമാണ് ഈജിപ്തിൻ്റെ ഹനി സെൽഫ് ഗോൾ അടിച്ചത്. ലുക്കാക്കു ഇറങ്ങിയ ഉടൻ തന്നെ അതിൻ്റെ ഫലം കണ്ടു. ആദ്യം ഈ കളിയുടെ തുടക്കത്തിൽ ഫസ്റ്റ് 11-ൽ തന്നെ ഈജിപ്തിൽ മുഹമ്മദ് സലാ ഇതിഹാസ താരമാണ്, അവരുടെ ക്യാപ്റ്റനാണ്. മുഹമ്മദ് സലായും ബെൽജിയത്തിന് വേണ്ടി കെവിൻ ഡിബ്രൂയ്നയും ആദ്യ 11-ൽ തന്നെ ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഇരു ടീമുകളുടെ കളിയെയും സ്വാഭാവികമായും നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തി. മൊത്തത്തിൽ ഇരു ടീമുകൾ അതിഗംഭീര കളിയാണ് കളിച്ചത്. രണ്ട് ടീം ആക്രമണം തുല്യമായിരുന്നു. പക്ഷേ ഈജിപ്ത് ആദ്യം ആഷൗറിലൂടെ ഗംഭീര ഒരു ഗോളിലൂടെ മുന്നിലെത്തുകയായിരുന്നു. പിന്നീട് ബെൽജിയം പലപ്പോഴും ശ്രമിച്ചിട്ടും 66ാമത്തെ മിനിറ്റിൽ ഈജിപ്ത് സെൽഫ് ഗോൾ അടിക്കുന്നവരെ കാത്തിരിക്കേണ്ടി വന്നു. എന്തായാലും പിന്നീട് കളിയിൽ 5 മിനിറ്റിൻ്റെ ഇഞ്ചുറി ടൈം കിട്ടിയിട്ടും ഇരു ടീമുകൾക്കും ഗോളടിക്കാനായില്ല. അങ്ങനെ 1-1 എന്ന സമനിലയിൽ പിരിയുകയായിരുന്നു.